നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്ലോബസ് സെൻസേഷനെ കുറിച്ചാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണത്തില്ലായിരിക്കും ഈ ഒരു കണ്ടീഷനെ കുറിച്ച്. എന്നാൽ വളരെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. എന്താണ് ഗ്ലോബസ്? പലപ്പോഴും വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് ഒപ്പി വരുന്നൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ്. അതായത് എൻ്റെ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു, എന്തോ തടഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടാകുന്നു. കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് എന്തോ തടഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത്. ഒരു ചെറിയ ശതമാനം പേഷ്യൻസിലൊരു പക്ഷേ അസിഡിറ്റി അല്ലെങ്കിൽ റിഫ്ലക്സിൻ്റെ സിംറ്റംസ് കാണാം. അതായത് പുളിച്ച് തികട്ടൽ, നെഞ്ചരിച്ചിൽ, ഇങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ കാണാം. അതിന് പുറമെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമേ കാണില്ല. അപ്പോൾ തൊണ്ടയിൽ എന്തൊരു മുഴ ഇരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള വിഷയം. ഈ പേഷ്യൻസിനെ പലപ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കിതിനകത്ത് കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും കാണില്ല. പലപ്പോഴും നമ്മൾ തൊണ്ട എക്സാമിൻ ചെയ്യും, ചിലപ്പോൾ ലാരിങ്കോസ്കോപ്പി ചെയ്യും, വോക്കൽ കോർഡ്സ് നോക്കും, ആ പരിസരം നോക്കും, അവിടെ മുഴയോ കാര്യങ്ങളോ ഒന്നും കാണില്ല. വേറെ കോമോർബിഡിറ്റീസ് ഒന്നും, വേറെ അസുഖങ്ങളൊന്നും ഉള്ള പേഷ്യൻസ് ആയിരിക്കില്ല. എന്നാൽ ഇങ്ങനെ ഉള്ള പേഷ്യൻസിൽ സൈക്കോളജിക്കൽ ഒരു അസസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻസിന് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സിംറ്റംസിനൊരു കാരണമാകുന്നു. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പലപ്പോഴും അവർക്ക് എന്തോ സംശയം തോന്നുന്നു, തൊണ്ടയിൽ എന്തോ മുഴയുണ്ടെന്ന് പറയുന്നു, ആൾക്കാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയുന്നു. നമ്മുടെ കൂടുള്ളവർ പറയും അത് ചിലപ്പോൾ ക്യാൻസർ ആകാം, അത് ഇവാലുവേറ്റ് ചെയ്യണം, അതെന്തെങ്കിലും വിഷയമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആങ്സൈറ്റി കൂടുന്നു. അതിൻ്റെ പുറമെ ഈ പ്രശ്നങ്ങൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു, ഡോക്ടറിനെ കാണുന്നു, ഡോക്ടർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറമെ ഈ പറഞ്ഞ പോലെ ഇതേ വിഷയമായിട്ട് പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, പല ഇവാലുവേഷൻ ടെസ്റ്റ്, സ്കാന്, എൻഡോസ്കോപ്പി എല്ലാം ചെയ്തൊന്നും ഇല്ലെന്നുള്ളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലെത്തുന്നു. ഇതാണ് ഗ്ലോബസ് സെൻസേഷൻ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഈ പേഷ്യൻസിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് റീഅഷ്വറൻസാണ്. പേഷ്യൻസിനൊരു ഉറപ്പ് കൊടുക്കുക, ഇത് പേടിക്കത്തക്ക ഒന്നും ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ അസിഡിറ്റി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്യുക, ഡയറ്റ് മോഡിഫൈ ചെയ്യുക. പലപ്പോഴും ഈ പേഷ്യൻസിനൊരു ചെറിയ ഡോസിൽ ഒരു ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് എന്തെങ്കിലും കൊടുക്കുന്നത് സഹായിക്കുന്നതുമായിരിക്കും. താങ്ക് യു.